ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ദൃശ്യം 3 റൈറ്റർ ഡയറക്ടർ ജിത്തു ജോസഫ്. സിനിമയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ജന്മദിനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കിടിലം പെർഫോമൻസ് കാണാൻ പറ്റിയതിൽ ഒരു വലിയ സന്തോഷമുണ്ട്. ഈ ക്യാരക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. സിനിമയിൽ നിന്ന് ഓവറോൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ക്യാരക്ടറിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് ക്യാരക്ടറിന് വരുന്നൊരു ചേഞ്ചസ് ഉണ്ട്. ഈ സിനിമയിലെ മോസ്റ്റ് ബിലീവബിൾ ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയതും ആ ട്രാൻസിഷൻസും പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റലിജൻസ് മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു പക്ഷേ അവസാനം വരെയും പോയിരിക്കുന്ന ആകെ ഈ സിനിമയിലെ ക്യാരക്ടറിൽ ലാലേട്ടൻ്റെ തന്നെയാണ്. ചില ക്യാരക്ടേഴ്സിന് ഒരുപാട് ഷിഫ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം ദഹിക്കാൻ പറ്റുന്നില്ല. അതിലൊരു ക്യാരക്ടറിൻ്റെ ഷിഫ്റ്റ്, കാരണം ഇതിലോട്ട് തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കാണുക. അപ്പം ചില ക്യാരക്ടേഴ്സിന് വന്നിരിക്കുന്ന ചേഞ്ച് അക്സെപ്റ്റബിൾ ആണ്, ചില ക്യാരക്ടേഴ്സിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലാലേട്ടൻ്റെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിലോട്ട് എത്തുമ്പോൾ നമുക്ക് ശരിക്കും പുള്ളി ആ ഒരു മോറൽ ക്രൈസിസ്, ഇനിയും പ്രശ്നങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്നത്, മക്കളുടെ ഇടയിൽ പുള്ളിയെപ്പറ്റി തന്നെ മക്കൾ എന്ത് ചിന്തിക്കും എന്ന് കാണിക്കുന്നത്, ഇതൊക്കെ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസും ഡയലമയിലൂടെ കടന്നു പോകുന്നത്, പുള്ളി ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോഴും പുള്ളി ഇച്ചിരി ആബ്സെൻറ്റ് മൈൻഡഡ് ആയി പോകുന്നത്, അതൊക്കെ ഭയങ്കര രസമാണ്. ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട് പുള്ളി ഇങ്ങനെ തുപ്പുന്നത് വാഷ് ബേസിന് പകരം വേറൊരു സ്ഥലത്തായി പോകുന്നുണ്ട്. അതൊക്കെ എന്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി ആക്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു ഓംലെറ്റ് ഒക്കെ കഴിച്ചിട്ട് ആ കുടുംബമായിട്ടുള്ള ഒരു അടുപ്പവും മക്കളോട് പറയുമ്പോൾ മക്കളുടെ ഇങ്ങനെ കൈ പിടിച്ച് അടുത്ത് കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും സ്നേഹത്തോടെ മക്കളോട് കാര്യങ്ങൾ പറയുന്നതും ഒക്കെ രസമാണ്. ജോർജ് കുട്ടി സ്പോട്ട് ഓൺ. ഭയങ്കര ആസ്വദിച്ച് ഈ മനുഷ്യനിങ്ങനെ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ് ലാലേട്ടനോട് നമ്മൾ ഇത് കാണുമ്പോൾ വരുന്നത്. കഥയിലിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിൽ സിനിമയ്ക്കുള്ളിൽ സിനിമകളുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ജോർജ് കുട്ടി വരുന്നു. അതിനുശേഷം സെക്കൻഡ് പാർട്ടിൽ സിനിമയ്ക്ക് എന്താ പറയുക, ഒരു നോവലാക്കി മാറ്റുന്നു. തേർഡ് ലോക്കിൽ എത്തുമ്പോഴത്തേക്കും അതൊരു സിനിമയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഭയങ്കര രസമുണ്ട് ആ ഒരു കുടുംബത്തിന് വരുന്ന ട്രാൻസിഷൻ, ഗ്രാജുവലി ഒരാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇനി അങ്ങോട്ട് പറയുന്നതിൽ കുറച്ചുകൂടെ സ്പോയിലേഴ്സ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. വാച്ച് ഇറ്റ് അറ്റ് യുവർ ഓൺ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ഒരു മേജർ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ആ ഒരു ഇൻ്റർവൽ ബ്ലോക്കോടുകൂടി ഒരു മേജർ ക്യാരക്ടർ വരും. അതൊരു ഹൈ മൊമെൻ്റാണ്, ഒരു രക്ഷയില്ല. അതിനുശേഷം നമ്മൾ കാണുന്ന കുറേ ക്യാരക്ടേഴ്സ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കട്ട ഡാർക്ക് ആവുക. അങ്ങനെയൊക്കെയുള്ള ഷിഫ്റ്റ് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ ലൈഫിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളായിരിക്കും. പക്ഷേ അതൊക്കെ കുറച്ച് കുക്ഡപ്പ് ആയിട്ട് തോന്നി. അതായത് ഒരു ഫോഴ്സ്ഫുള്ളി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലൈമാക്സ് പിടിക്കാം, അങ്ങനെയൊക്കെ. അതായത് ഒരു ഫസ്റ്റും സെക്കൻഡിൻ്റെ ഒരു ട്വിസ്റ്റ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, അത് പോസിബിൾ ആണ്, ഇത് നടക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാവും. തേർഡ് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ഇവിടെ ഒരെണ്ണം വേണം, അതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ പ്ലേസ് ചെയ്ത പോലത്തെ കുറേ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ചില ക്യാരക്ടേഴ്സൊക്കെ ഇപ്പം വീണാനന്ദൻ, ആ പുള്ളിക്കാരിയുടെ ക്യാരക്ടേഴ്സൊക്കെ ഇച്ചിരി ഏച്ച് കെട്ടലായിട്ട് തോന്നുന്നുണ്ട്. ശാന്തി മായാദേവി വക്കീലായിട്ട് വരുന്നത് പഴയതിൻ്റെ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് കല്ലുകടികളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പെർഫോമേഴ്സ് എല്ലാം ഭയങ്കര രസമായിട്ടുണ്ട്. പക്ഷെ വേണമായിരുന്നോ ഇത്രയും ഡാർക്ക് ചിലരെ ആക്കണമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തലയിൽ വന്നുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ഈ സിനിമ ലാഗ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ ആ ഫാമിലി ഡൈനാമിക്സ് ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ വന്ന് ആ ഫസ്റ്റ് ഹാഫ് വളരെ നോർമലായി പോയി, ഇൻ്റർവൽ ബ്ലോക്ക് ഭയങ്കര ഹൈ തന്ന് ഇതിലോട്ട് എത്തി. പിന്നെ ഒരു നറേഷൻ, ഒരു ഒരു സ്പീഡിലായിട്ട് അതങ്ങ് ഓട്ടിച്ചടിക്കുക, ഇങ്ങനെ, അതായത് വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ വരിക. ആ ഒരു 2ൻ്റെ ഒരു പാറ്റേൺ പിടിക്കാൻ ശ്രമിച്ചതുപോലുള്ളൊരു ഫീല് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഇച്ചിരി കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഒരു തിയേറ്ററിൽ വാച്ച് ചെയ്തുകൊണ്ടൊരു നഷ്ടമോ OTT കാണാം അങ്ങനൊന്നും ഓവർ റേറ്റഡോ അങ്ങനൊന്നും തോന്നുന്നില്ല. കാരണം ജോർജ് കുട്ടി ഈസ് അടിപൊളി. പുള്ളി രക്ഷയില്ല ആ ഒരു ക്യാരക്ടറിൻ്റെ. പിന്നെ ഒരു ഡിസേർവിങ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട്, അതിനൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻ തരുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്തില്ല, എന്തുകൊണ്ട് കീഴടങ്ങിയില്ല ജോർജ് കുട്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം പലപ്പോഴായി 1ലും 2ലും അതിൻ്റെ ഉള്ള ഇത് കൊടുക്കുന്നുണ്ട്. തേർഡിലെത്തുമ്പോഴും അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഭയങ്കര നന്നായി അത് ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിന് അവസാനം ഒരു ക്ലോഷർ കൊടുക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു പാർട്ട് 4ന് ഇവർ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇതിലെ ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിവിടെ നിർത്തിയാൽ നല്ലതായിരിക്കും. കാരണം ചില ക്ലോഷറുകൾ കിട്ടേണ്ടവർക്കൊക്കെ 2ലെ കിട്ടി, പക്ഷെ 3ൽ അത് കുറച്ചുകൂടെ
കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഓഫ് കോഴ്സ് ഒരു ഫിലിം മേക്കറിൻ്റെ ചോയ്സാണ് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് അത്ര വലിയൊരു കണക്റ്റ് കിട്ടിയില്ല. ഞാൻ ആ ക്ലൈമാക്സിൽ അത്ര സന്തുഷ്ടനല്ല. പക്ഷേ ഇതിലെ ഫാമിലി ഡ്രാമയുടെ ഒരു വലിയ ഫാനുമാണ്. കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ള തോന്നലാണ് എനിക്കുണ്ടായിരുന്നത്. എന്തായാലും സിനിമ കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.